അങ്ങനെ നമ്മളെല്ലാവരും വളരെയധികം ആകാംക്ഷയോട് കാത്തിരുന്ന നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ മെയിൻസ് എക്സാമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് എക്സാമിനേഷൻ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം പറയാം. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമുക്ക് മാക്സിമം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. പിന്നെ ഉദാഹരണങ്ങളിലൂടെയാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചിട്ടുള്ളത് എന്നാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ പരീക്ഷ എഴുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണാനുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ആ വീഡിയോയിലേക്ക് കയറിയിട്ട് അതിന്റെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് തുടങ്ങാൻ നേരത്തെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമാന്യം നല്ല രീതിയിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അപ്പുറത്തോട്ട് വലിയ ചോദ്യങ്ങളൊന്നും പോയിട്ടില്ല. പിന്നെ എക്സാമ്പിൾ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എന്നുള്ളതേ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അതുപോലെ തന്നെ വരുന്നത് മലയാളം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാര്യം സാധാരണ എപ്പോഴും മലയാളം നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നാലും കുറച്ച് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പരീക്ഷകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സ് സിമ്പിൾ ആയിരുന്നു. മാത്സ് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. GK നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമില്ലാതെ GKയും എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ സിവിക്സിന്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യവും ഏകദേശം ഈ ഒരു ലെവലിലാണ്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മോഡറേറ്റ് ലെവലിലാണ് നമ്മുടെ പരീക്ഷ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസിന്റെ എക്സാമിന്റെ ഒരു ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് എക്സാമിനേഷൻ എന്നേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതിയവർ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരൊക്കെ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടെ പറയാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൻസർ കീയുടെ ലൈവ് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കൂടി കാണാനായിട്ട് മറക്കരുത്. അതിലേക്കുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CPOയുടെ ഈ ഒരു ഫസ്റ്റ് ഫേസിന്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.